സസ്പെൻസ് നിലനിർത്തിയാണ് നന്ദകുമാറിന്റെ വാർത്താ സമ്മേളനം. പണം നൽകുന്നതുമായി ബന്ധപ്പെട്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ നേരിട്ട് വിളിക്കുകയായിരുന്നുവെന്നാണ് നന്ദകുമാർ പറയുന്നത്. പണം അത്യാവശ്യമെന്ന് പറഞ്ഞാണ് ഡൽഹിയിൽ നിന്നും ബാങ്ക് ബ്രാഞ്ച് മുഖേന 10 ലക്ഷം രൂപ നൽകിയത്. എന്റെ കയ്യിൽ നിന്ന് BJP ഒരു ക്രൗഡ് പുള്ളർ കാൻഡിഡേറ്റ് 10 ലക്ഷം രൂപ മേടിച്ചിട്ട് മടക്കി തന്നിട്ടില്ലെന്ന് അതിന്റെ കോപ്പി. BJP തീപ്പൊരി നേതാവും സ്ഥാനാർത്ഥിയും എന്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ മേടിച്ചതിന്റെ അക്കൗണ്ട് വഴി ശോഭാ സുരേന്ദ്രന്റെ അക്കൗണ്ട് പേര് ശോഭന സുരേന്ദ്രൻ എന്നാണ്. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ആ കാലഘട്ടത്തിൽ കാഷ് കൈകാര്യം ചെയ്യുന്നതിന് നിയന്ത്രണമില്ല. ഇപ്പൊ നിയന്ത്രണമുണ്ട്. അതുകൊണ്ട് ഞാൻ അക്കൗണ്ട് വഴി കൊടുത്തേക്കണം. രണ്ടാമത് ഡീൽ ചെയ്തപ്പോ പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ ശോഭയ്ക്കൊപ്പമുള്ള ആളുകൾ വിളിച്ചിരുന്നുവെന്നും പണം ലഭിച്ചിട്ടില്ല എന്നും നന്ദകുമാർ പറയുന്നു. BJP കേരളത്തിലെ സ്ഥാനാർത്ഥികൾക്കായി 100 കോടി രൂപ ഹവാല പണം കൊടുത്തയച്ചെന്നും ഡീലർ പണവുമായി വിദേശത്തേക്ക് കടന്നു കളഞ്ഞതുകൊണ്ടാണ് തനിക്ക് ശോഭയിൽ നിന്നും പണം ലഭിക്കാതെ പോയതെന്നും നന്ദകുമാർ വ്യക്തമാക്കി. അനിൽ ആന്റണി നേരിട്ട് ബന്ധപ്പെട്ട ഫോൺ നമ്പറുകളും കോളുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പുറത്തുവിട്ട രേഖകളിലുണ്ട്. അനിൽ സൂപ്പർ ദല്ലാളാണ് എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു നന്ദകുമാർ. അതേസമയം ആരോപണങ്ങൾ വീണ്ടും തള്ളി അനിൽ ആന്റണി രംഗത്തെത്തി. അതായത് 2016 നന്ദകുമാർ എനിക്ക് ഒരു ബന്ധവുമില്ലാത്ത ഒരാളുടെ അടുത്ത് പോയി എന്നെ ഒരു കേസിൽ കുരുക്കണമെന്നും പറഞ്ഞു പോയി. അതിന് പ്രൂഫുണ്ട്. വരട്ടെ, ഇലക്ഷൻ കഴിയട്ടെ. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഞാനും പറഞ്ഞല്ലോ, വളരെ വ്യക്തമായി ഇതിന്റെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇലക്ഷൻ ആയതുകൊണ്ട് മാത്രമാണ്. കേരളത്തിലെ തിരഞ്ഞെടുപ്പിന് ശേഷം ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്ന് പറഞ്ഞാണ് നന്ദകുമാർ അവസാനിപ്പിച്ചത്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.